ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 63ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു തമിഴ് സോങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഏതാ പാട്ടെന്ന് വെച്ചാൽ എനിമി എന്ന് പറയുന്ന വിശാലിൻ്റെ എനിമി എന്ന് പറയുന്ന മൂവിയിലെ തം തം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സോങ്ങാണ്. വളരെയധികം വളരെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ഭയങ്കര ഒരു ബീറ്റും ഒരു 6/8 ബീറ്റൊക്കെ ഉള്ളൊരു നല്ല പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എനിമി എന്ന് പറയുന്ന മൂവിയിലെ തം തം 6/8 ബീറ്റിലാണ്, എ ഷാർപ്പ് മൈനർ സ്കെയിലാണ് നമ്മൾ അത് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ അതിൻ്റെ ഒരു 2 ഭാഗം ബീജിയമാണ്. ആ രണ്ട് ഭാഗത്തെ ബീജിയം നമുക്ക് പഠിക്കാം. അപ്പം ആ ബീജിയം നമ്മൾ കട്ടായിട്ട് ഓരോ സ്റ്റെപ്പായിട്ടാണ് പഠിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ഫസ്റ്റ് ബീജത്തിൻ്റെ ഫസ്റ്റ് ഭാഗം. അപ്പം അതിൻ്റെ നോട്ട് നോക്കാം. അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് 8 പ്രാവശ്യം. 1 2 3 4 5 6 7 8 പ്രാവശ്യം എ ഷാർപ്പ് 8 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ് സി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്. ആദ്യമേ എ ഷാർപ്പ് 8 പ്രാവശ്യം, അതിനുശേഷം എ ഷാർപ്പ് സി ഷാർപ്പ് 2 പ്രാവശ്യം ഡി ഷാർപ്പ് പിന്നെ സി ഷാർപ്പ് എ ഷാർപ്പ്. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ഷാർപ്പ് 8 പ്രാവശ്യം, അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ് സി ഷാർപ്പ് ഡി ഷാർപ്പ് 2 പ്രാവശ്യം പിന്നെ സി ഷാർപ്പ് എ ഷാർപ്പ്. ഇതാണ് ഫസ്റ്റ് നോട്ട്. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ആ 2 പ്രാവശ്യം വായിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ബീജത്തിൻ്റെ ഫസ്റ്റ് ഭാഗം. ഇനി നമ്മൾ അതിൻ്റെ ട്യൂൺ ഒന്ന് മാറണം. ഓക്കെ, ട്യൂൺ മാറ്റിയിട്ടുണ്ട്. അപ്പം ആ ട്യൂണ് അടുത്തത് അടുത്ത ബീജത്തിൻ്റെ അടുത്ത ഭാഗമാണ്. അപ്പം ബീജത്തിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലാ 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 ലാ. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആദ്യമേ. ഇതാണ് ഭാഗം. അപ്പം ഇതിൻ്റെ നോട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യം പറഞ്ഞുതരാം, നോട്ട് പറഞ്ഞുതരാം. സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്, സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്. അത് വായിക്കേണ്ടത് സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്. അടുത്തെന്ന് പറയുന്നത് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് സി ഷാർപ്പ് സി എ ഷാർപ്പ്. ഇനി അടുത്തെന്ന് പറയുന്നത് എ ഷാർപ്പ് സി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് സി. ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യം തൊട്ട് സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് എഫ് ഡി ഷാർപ്പ് സി ഷാർപ്പ് സി എ ഷാർപ്പ്. അടുത്ത ഭാഗം എ ഷാർപ്പ് സി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് സി. ഓക്കെ, അത് വായിക്കേണ്ടത് അത്. ഇനി ഈ ബീജത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അത് ഞാൻ ഒരു ഷോർട്ടായിട്ട് തരുന്നതാണ്. അത് ഒരുമിച്ച് എഴുതി നിങ്ങൾ സംശയം വരുന്നതുകൊണ്ട് ഇനി മൂന്നാമത്തെ ഭാഗത്ത് ഒന്നും കൂടെ എടുത്ത് വായിക്കുക. അത് ആ നോട്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് സി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ഷാർപ്പ് സി ഷാർപ്പ് ഡി ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് സി.
അപ്പം ഇതാണ് ബീജം, ഇതോടെ തീരുകയാണ്. ഇത്രമാണ് ബീജത്തിൻ്റെ നോട്ടെന്ന് പറയുന്നത്. ഇനി നമ്മൾ പാട്ടിലേക്ക് കിടക്കുകയാണ്. മനസ്സോ ഇങ്ക്, ആ ഒരു ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പം ആ പാട്ട് വായിക്കുന്നത് ലാ 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 മനസ്സോ, ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് മറ്റേ ബീജം വായിച്ച പോലെ തന്നെയാണ്. സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്, സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്, സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്, പിന്നെ എഫ് എഫ് 2 പ്രാവശ്യം എഫ്, അപ്പം ടോട്ടൽ 3 എഫ്. അതായത് സി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ്, അത് കഴിഞ്ഞിട്ട് എഫ് എഫ്, അടുത്തത് വീണ്ടും ഡി ഷാർപ്പ് എഫ്, ഡി ഷാർപ്പ് എഫ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, സി, എ ഷാർപ്പ്. ഓക്കെ, അടുത്തത് അപ്പം അടുത്തെന്ന് പറയുന്നത് എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, സി, സി ഷാർപ്പ്, എ ഷാർപ്പ്, സി, സി. അത് കഴിഞ്ഞിട്ട് അടുത്ത നോട്ടെന്ന് പറയുന്നത്, അടുത്ത ലാസ്റ്റ്, അതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സി സി, സി ഷാർപ്പ്, എ ഷാർപ്പ്, സി, സി, സി ഷാർപ്പ്, എ ഷാർപ്പ്, സി, 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 സി ഷാർപ്പ്, എ ഷാർപ്പ്, സി, സി. ഒന്നുകൂടെ പറഞ്ഞുതരാം. സി, സി, സി ഷാർപ്പ്, എ ഷാർപ്പ്, സി, സി. 2 പ്രാവശ്യം. അപ്പം ആ ഭാഗം വായിക്കേണ്ടത് ഇതാണ് ആ ഭാഗം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ലാ 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 ലാ. അപ്പം അതിലെ പാട്ട് നിങ്ങൾ കേട്ട ശേഷം മാത്രം വായിക്കുക. അപ്പം അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് ആ ഭാഗം. അപ്പം ആ ലൈൻ്റെ നോട്ടെന്ന് പറയുന്നത്, അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, എ ഷാർപ്പ്, എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, എ ഷാർപ്പ്. അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, എ ഷാർപ്പ്, നിന്നിട്ട് വീണ്ടും എ ഷാർപ്പ്, അതായത് എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, സി, സി, എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, സി, സി. അപ്പം അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ വായിക്കേണ്ടത്. ആ നോട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ഷാർപ്പ്, സി, സി ഷാർപ്പ്, സി, എ ഷാർപ്പ്, പിന്നെ എ ഷാർപ്പ്, സി, എ ഷാർപ്പ്, സി, സി. 2 പ്രാവശ്യം വായിക്കുക. ഓക്കെ, ഇനി മാലത്തം തം മലത്തം തം ലാ ല ല ലാ ല ല ലാ ല ല ല ല ലാ ല ല ല ല ല, ആ ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ നോട്ടെന്ന് പറയുന്നത്. അപ്പം അത് വായിക്കേണ്ടത് ഏഷ ആ നോട്ട് എ ഷാർപ്പ്, സി ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, സി ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്. അത് 2 പ്രാവശ്യം വായിക്കുക. എ ഷാർപ്പ്, സി ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, എ ഷാർപ്പ്, വീണ്ടും എ ഷാർപ്പ്, സി ഷാർപ്പ്,
എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ്. ഇത് 2 പ്രാവശ്യം വായിക്കുക. അത് കഴിഞ്ഞ് വെച്ചിട്ട് അടുത്ത നോട്ടെന്ന് പറയുന്നത് എന്നിട്ട് അടുത്ത നോട്ടെന്ന് പറയുന്നത് എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്. അതൊന്നും കൂടെ എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്. അത് 2 പ്രാവശ്യം വായിക്കുക. എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് സി സി. ഓക്കെ, അതാണ് അത് വായിക്കേണ്ടത്. അടുത്ത അതിൻ്റെ ബാക്കി അത് സെയിം പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അടുത്തത് സി ഷാർപ്പ് 3 എ ഷാർപ്പ്, സി ഷാർപ്പ് 3 എ ഷാർപ്പ്, സി ഷാർപ്പ് 3 എ ഷാർപ്പ്, പിന്നെ എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ്. ആദ്യത്തെ സി ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ്, അടുത്തത് എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്, സെയിം പോലെ എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ്, എ ഷാർപ്പ് സി ഷാർപ്പ് എ ഷാർപ്പ് സി സി. ഓക്കെ, ഇത്രേ ഉള്ളൂ, പാട്ട് ഇത്രേ ഉള്ളൂ. പിന്നെ ആ ബീജം തന്നെയാണ്, നമ്മൾ ആദ്യത്തെ ബീജത്തിൻ്റെ സെക്കൻഡ് ലൈൻ വായിക്കുകയാണ്, അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാണ്. വളരെ നല്ലൊരു പാട്ടാണ്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അത് കേട്ട് പ്രാക്ടീസ് ചെയ്ത് വേണം അത് പോകാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മാത്സ് വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് സർക്കിളുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുക. അവർക്കും കീബോർഡ് അങ്ങനത്തെ കടന്നു വരാൻ വലിയൊരു മാതൃകയായിരിക്കും. ബെല്ലൈക്കൺ വെച്ച് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ കാണാം. താങ്ക് യു.